അപ്പോൾ ആദ്യം തന്നെ നെയ്യിൽ റവ മൂപ്പിച്ചെടുക്കണം. ഇത് ചെറിയ തീയിൽ വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ കുറേ നേരം ഇളക്കി വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാൻ. അതിനുശേഷം ബീട്രൂട്ട് അടിച്ചെടുത്തതിൻ്റെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഒരല്പം പാലും കൂടി, പാൽ ഒരുപാട് നമ്മൾ ചേർക്കേണ്ട, ഒരു അരക്കപ്പൊക്കെ മതിയാവും, അത്രയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചെടുത്തത് ചേർക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ റവ എടുത്തത് ഒരുപാടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ആ പാനിൽ സ്ഥലം തികയാത്തതാണ് നമ്മളൊരു വലിയ ഉരുളിയിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇളക്കിയെടുക്കുന്നത്. ബാക്കിയുള്ള പഞ്ചസാര കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കും. അടുത്തത് കുറച്ച് വെള്ള എള്ള് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കയും പിന്നെ ബദാം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് കേസരി റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ നെയ്യ് തേച്ചിട്ട് അതിലേക്ക് കേസരി മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം നമുക്കത് മുറിച്ചെടുക്കാവുന്നതാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പുറത്ത് കുറച്ചുകൂടി വെള്ള എള്ള് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ബീട്രൂട്ട് കേസരി എല്ലാവരും എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.